ഇറയാം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ലക്ഷറി വീട് വിൽപ്പനയ്ക്കുള്ളത്. ഇത് 7000 സ്ക്വയർ ഫീറ്റിലെ 7 ബെഡ്റൂമിൻ്റെ വീടാണ്. 7 ബെഡ്റൂമിന് പുറമെ ഒരു ഓഫീസ് റൂമും ആക്കാൻ പറ്റിയ ഒരു റൂം സെപ്പറേറ്റും ഉണ്ട്. ഓഫീസ് റൂം തന്നെയാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള, ബാക്കി എല്ലാവിധ സൗകര്യങ്ങളുള്ള സെമി ഫർണിഷ്ഡ് വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെയാണ്. ഒരു സെക്യൂരിറ്റി ക്യാബിനുണ്ട്, പിന്നെ ഇവിടെ പൂന്തോട്ടമുണ്ട്. മൊത്തം ഇതിൻ്റെ സ്ഥലം 1 ഏക്കറും 10 സെൻറ്റുമാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം എങ്ങനെയാണെന്നുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ ഒരു വീട് എത്രയാണ്, എങ്ങനെയാണ്, വീട്ടിലെ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ ഇതിനൊക്കെ പുറമെ ഔട്ട് ഹൗസ് ഉണ്ട്, പിന്നെ ഡ്രൈവേഴ്സിന് താമസിക്കാനുള്ള സ്ഥലമുണ്ട്, വണ്ടി പാർക്ക് ചെയ്ത് ഷട്ടറോട് കൂടിയിട്ട് വയ്ക്കുന്ന ഗ്യാരേജ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വലിയൊരു വീടാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. എല്ലാവിധ സൗകര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. വലിയ കാർ പാർക്കിംഗ് ഏരിയ, ഇഷ്ടംപോലെ കാറുകൾക്ക് ഇടാൻ ആയിട്ടുള്ള സ്ഥലം കൂടിയുണ്ട്. ഒരു 10-20 കാറുകൾക്ക് തന്നെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന സ്ഥലമാണുള്ളത്. ഇപ്പോൾ ബസ്സായാലും ലോറി ആയാലും ഇട്ട് തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു വീടാണ് ഇത്. ശരിക്കും വീട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതൊരു കൊമേഴ്ഷ്യൽ സാധ്യതയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ആ മെയിൻ റോഡ്, പള്ളിക്കര മെയിൻ റോഡാണ് അവിടെ ആ കാണുന്ന, ഇപ്പോൾ കാറെല്ലാം പോകുന്ന, വണ്ടികളൊക്കെ പോകുന്ന റോഡ്. അപ്പോൾ ഇത് ആ മെയിൻ റോഡിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും കൂടിയാണ്. ഇതാണ് ഷട്ടറോട് കൂടിയിട്ടുള്ള ഗ്യാരേജ്. വണ്ടികളൊക്കെ കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഗ്യാരേജാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പുറകിൽ ഡ്രൈവർക്ക് താമസിക്കാനുള്ള ഒരു സ്പേസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടിയുടെ വീടാണ് ഈ കാണുന്നത്. നമുക്ക് ഉൾവശം കാണാം. അതിന് മുന്നേ നമുക്ക് പുറമേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉള്ളിലേക്ക് പോവാം. ഇതൊക്കെയാണ് ഏരിയ വരുന്നത്. വളർത്തുനായ്ക്കൾ, വളർത്തുപട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള കൂടാണ് ഈ കാണുന്നത്. പിന്നെ സെപ്പറേറ്റ് ഒരു സെർവൻറ്റ് ഹോമുണ്ട് ഇവിടെ. അതിന് പുറമെ നേരത്തെ നമ്മൾ കണ്ട പോലെ ഇത് ഈ കാണുന്നത് ഡ്രൈവർക്കൊക്കെ താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത്. ഈ 1.10 സെൻറ്റിൽ കുറച്ച് ഭാഗം അപ്പുറത്തുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ കിടന്നിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വീട് നോക്കാം. വീടിൻ്റെ ചുറ്റും അതുപോലെ വീടിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം. കാർ പോർച്ച് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും പോർഷനാണ്. പിന്നെ ഈ വീടിൻ്റെ എല്ലാ മരവും തേക്കാണ്. തേക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂപ്പ് തേക്കാണ്. ബസ്സൊക്കെയാണ് പോകുന്നത്. മെയിൻ റോഡാണ് ആ കാണുന്നത്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, കൊമേഴ്ഷ്യൽ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്.
നമുക്കിതിൻ്റെ ഉൾവശം നോക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ ഓഫീസ് റൂം വരുന്നത്. ഇത് ഇവിടുന്ന് എൻട്രി ഉണ്ട്, പിന്നെ അപ്പുറത്തുനിന്നും എൻട്രി ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നാണ് ഈ ഓഫീസ് റൂമിലേക്കുള്ള ഒരു എൻട്രി. ഇപ്പോൾ വീടിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. റൂമുകൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, ഓടിച്ച് നോക്കാം. ബാത്ത് ടബ് സൗകര്യമുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓഫീസ് റൂം ഇതാണ്. അതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. പുറത്തുനിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കടക്കാൻ പറ്റുന്നത് എൻട്രൻസ് ഇതാണ്. ഇത് ഇപ്പോൾ വേണമെങ്കിൽ ഓഫീസ് വേണ്ട ബെഡ്റൂമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹാള് എന്ന് പറയുന്നത്. ഇത്രയും സൗകര്യമുള്ള 7000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മരത്തിൻ്റെ ഒക്കെ ഈ കാണുന്ന വർക്കെല്ലാം കൂപ്പ് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ബാത്ത് ടബ് വരുന്നുണ്ട് ഇവിടെ. ഇപ്പം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഒരുവിധ എല്ലാ സൗകര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കണ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.
ഈ കാണുന്നതാണ്. നമുക്കിനി കിച്ചൻ്റെ പോർഷൻ ആണ് ഈ നോക്കാനുള്ളത്. അതിന് മുന്നേ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. വാഷ് ബേസിനാണ്. ഇതാണ് കിച്ചൺ വരുന്നത്. ഈ കാണുന്നതെല്ലാം തേക്കിലാണ്. ഈ മരത്തിൻ്റെ എല്ലാ വർക്കും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. കൂപ്പ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ ആണ്. അതിന് പുറമെ ഒരു സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിന്ന് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് വീടിൻ്റെ പുറത്തുനിന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനി ബാക്കി കിടക്കുന്നതെല്ലാം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്കത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഏകദേശം ഒരു 4 ബെഡ്റൂം തന്നെ താഴെ വരുന്നുണ്ട്. മൊത്തത്തിൽ 7 ബെഡ്റൂമും എക്സ്ട്രാ ഒരു ഓഫീസ് റൂമാണുള്ളത്. 4 ബെഡ്റൂം അടിയിൽ, മുകളിൽ ബാക്കിയുള്ള ബെഡ്റൂംസ്. അപ്പോൾ മുകളിൽ ഈ കാണുന്ന രീതിയിലാണ് ബാൽക്കണി ഏരിയ, എക്സ്ട്രാ സ്പേസസ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസും കോമൺ ഏരിയാസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് റൂമുകൾ എങ്ങനെയാണെന്നൊക്കെ ഓരോന്ന് നോക്കാം. ഇതൊരു ബെഡ്റൂമാണ്. ഇത് വേറെ ബെഡ്റൂം. മിക്ക ബെഡ്റൂമിലും ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിലും ബാത്ത് ടബ് ഉണ്ട് കാണുന്നത്. സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നത്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടികൾ വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മറ്റ് പ്രോപ്പർട്ടികളും നമ്മളിതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ മെയിൻ റോഡാണ്. പള്ളിക്കര മെയിൻ റോഡാണ് ഈ കാണുന്നത്.
അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതിലും ബാത്ത് ടബ് ഉണ്ട്. വേറൊരു ബാൽക്കണി ഏരിയ ആണ് നമ്മൾ ഈ കാണാൻ പോണത്. ഇത് കണക്റ്റഡ് ആണ്, ഈ ബാൽക്കണിയായിട്ട് കണക്റ്റഡ് ആണ് ഈ ഭാഗം. വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഗാർഡൻ ഏരിയ ആണ് ഈ കാണുന്നത്. ഒരുപാട് സ്പേസ് ഉള്ള, ഒരുപാട് കാറെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ എന്തൊരു ടാങ്ക് പോലെ ഉണ്ട്, വാട്ടർ ടാങ്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ടെറസ് ഏരിയ ഉണ്ട്. ഇപ്പം നമ്മളതിൽ മുകളിലേക്ക് ഇപ്പോൾ തൽക്കാലം കയറുന്നില്ല. അവിടെ വലിയൊരു ടാങ്ക്, കുടിവെള്ളത്തിന് വലിയൊരു ടാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ സെപ്പറേറ്റ് ഒരു ഇത് കൊടുത്തതായിരിക്കാം. ഇതാണ് പുറകുവശം വരുന്നത്. നമുക്ക് ഇനിയും കാണാനുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലം കിടക്കുന്നത്. നമുക്കിത് കണ്ടു കഴിഞ്ഞിട്ട് അത് നോക്കാം. നമുക്ക് അടിയിൽ പോയാലോ? അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾവശം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മറ്റുള്ള പോർഷനുകൾ എങ്ങനെയാണെന്ന് നോക്കാം, പുറമേ ഉള്ളത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലം, പറമ്പായിട്ട് കിടക്കുന്ന ബാക്കിയുള്ള സ്ഥലം എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അതാണ് മെയിൻ റോഡ്. പിന്നെ കിണർ അവിടെയാണ് വരുന്നത്. കാണുന്നതാണ് കിണർ. വെള്ളമൊക്കെ വറ്റാത്ത, എപ്പോഴും വെള്ളം ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗത്ത്. അലക്കുകല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അലക്കുകല്ല്, വെള്ളമെടുക്കാൻ പൈപ്പ്, ഇവിടെ ചെറിയൊരു അലക്കുകല്ല്, എല്ലാവിധ സൗകര്യമുള്ള ഒരു വീടാണ് ഇത്. മോട്ടർ പുരയാണ് ഇത്. സാധനങ്ങളൊക്കെ ഇട്ട് കത്തിക്കണ സ്പേസാണ് ഇത്. ഇത് മോട്ടർ പുരയല്ല, തെറ്റിയതാണ്. ഇത് കോഴിക്കോടാണ്. മോട്ടർ പുരയും ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്.
ഇതെല്ലാം ചുറ്റുമതിലായിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തെങ്ങുണ്ട്, വാഴയുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ ഒട്ടനവധി വൃക്ഷലതാദികൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടിയും പറയാം,
1 ഏക്കർ 10 സെൻറ്റാണ് ടോട്ടൽ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. കൊമേഴ്ഷ്യൽ പ്ലസ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ്. 7 ബെഡ്റൂമുണ്ട്. അഡീഷണലി ഒരു ഓഫീസ് റൂമുണ്ട്. ഓഫീസ് റൂം വേണ്ട എന്നാണെങ്കിൽ 8 ബെഡ്റൂമാണുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. അതുമാത്രമല്ല, ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റ് പ്രോപ്പർട്ടികളും നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. വീടുകളായിട്ട്, സ്ഥലങ്ങളായിട്ട്, ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്, കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ജില്ലകളിലായിട്ട് കിടക്കുന്നുണ്ട് പല പ്രോപ്പർട്ടികൾ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം. പിന്നെ ഇതിൻ്റെ വിലയെ പറ്റി പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വില ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്നത് 13 കോടി രൂപയാണ്. കൊമേഴ്ഷ്യൽ സാധ്യതയും കൂടി ഉള്ള പ്രോപ്പർട്ടി ആയ കാരണം അതിൻ്റെ വാല്യൂ കൂടി കണക്കാക്കിയിട്ട് 13 കോടി രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോസിയേഷൻ ഉണ്ടാവുകയുള്ളൂ. 13 കോടി രൂപയാണ് പ്രോപ്പർട്ടിയുടെ വില. അപ്പോൾ ഇത് മേടിക്കാനോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടികളുടെ കാര്യം അറിയാനോ ഉണ്ടെങ്കിൽ, മാത്രമല്ല നിങ്ങളൊരു പ്രോപ്പർട്ടി ഓണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വേണ്ടി ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ വന്ന് വീഡിയോ യൂട്യൂബിൽ ഇട്ട് സെയിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനും വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.